നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. 7.5 വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പ്. ഒടുവിൽ നടിയാക്രമണ കേസിൽ വിധി വരികയാണ്. അടുത്ത മാസം 8-നാണ് കേസിൽ കോടതി വിധി പറയുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 7 വർഷവും 8 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വിധി വരുന്നത്. ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നും ഉത്തരവുണ്ട്. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. നടിയെ പീഡിപ്പിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനി അടക്കം 9 പ്രതികളാണ് വിചാരണ നേരിട്ടത്. ദിലീപ് കേസിൽ 8-ാം പ്രതിയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പല രീതിയിലുള്ള വെല്ലുവിളികളും നേരിട്ടൊരു കേസാണ്. സാക്ഷികൾ കൂറുമാറുന്നു, വിചാരണ നീണ്ടുപോകുന്നു, ഒടുവിൽ സുപ്രീം കോടതിയുടെ വരെയും ഇടപെടലുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ അതായത് മലയാളികൾ കാത്തിരിക്കുന്ന വിധി അടുത്ത മാസം 8-ന് ഡിസംബർ 8-ന് വരുന്നു. എന്ത് പ്രതീക്ഷിക്കാം? കേരളം മുഴുവൻ അങ്ങേയറ്റം ആശങ്കയോടെ അങ്ങേയറ്റം പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു കേസിന്റെ വിധിയാണ് ഡിസംബർ 8-ന് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവം നടത്തുക. അതേസമയം 7 വർഷവും 8 മാസവും എടുത്തു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിചാരണ അവസാനിക്കാൻ. നടി ആക്രമിക്കപ്പെടുന്നത് 2017 ഫെബ്രുവരി 17-നാണ്. ഈ 8 വർഷമെടുത്തു നടി ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ അതിജീവത എന്ന പേരിൽ അവർ നടത്തിയ പോരാട്ടത്തിന് വിധി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ 8 വർഷമെടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ പലതവണ സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. നിരവധി തവണ പലതരം ഹർജികളുമായി പ്രതികൾ തന്നെ കോടതിയിലെത്തുന്ന സാഹചര്യമുണ്ടായി. പ്രതികൾ കോടതിയുടെ വിചാരണ നീട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള അടവ് നയമാണ് പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. മെമ്മറി കാർഡ് ഹാഷ്വാലിയുമായി ബന്ധപ്പെട്ട അതിജീവിത തന്നെ ഹൈക്കോടതിയിലെത്തുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ നിരവധി തരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഡിസംബർ 8-ന് വിധി പ്രസ്താവം നടത്തുമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും 10 പ്രതികളാണ് കേസിലുള്ളത്. ഈ 10 പ്രതികളും, അതായത് കേസിലെ മുഴുവൻ പ്രതികളും, ദിലീപ് 8-ാം പ്രതിയാണ്. ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും അന്ന് കോടതിയിൽ ഹാജരാകണമെന്ന് ജഡ്ജ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ അതിപ്രമാദമായ ഒരു കേസ്. 2 തവണ പ്രോസിക്യൂട്ടർമാർ മാറുന്ന സാഹചര്യം, അതും ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുമായി പിണങ്ങി 2 തവണ പ്രോസിക്യൂട്ടർമാർ പിന്മാറുന്ന സാഹചര്യമുണ്ടായി. അതേസമയം അഡ്വക്കേറ്റ് രാജകുമാറാണ് ഇപ്പോൾ കേസിലെ പ്രോസിക്യൂട്ടർ. അദ്ദേഹം കേസ് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ സോഴ്സുകളെല്ലാം പരിശോധിച്ച ശേഷമാണ് ഈ അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതെന്നുള്ള വാദമുഖങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ജാഗ്രതയോടെ അങ്ങേയറ്റം പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്ന വിധിയാണ്. എന്താകും? ഒരു പക്ഷത്ത് സോഷ്യൽ മീഡിയയിൽ നടൻ ദിലീപിന് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഡിസംബർ 8-ന്. എന്നിരുന്നാലും ഈ 7 വർഷവും 8 മാസവും നീണ്ടിട്ടുള്ള കാലയളവിനുള്ളിൽ, അത് മാത്രമല്ല 7.5 വർഷത്തിനു ശേഷമാണ് വിചാരണ തടവുകാരനായ പൾസർ സുനിക്ക്, കേസിലെ 1-ാം പ്രതിയാണ് പൾസർ സുനി, വിചാരണ തടവുകാരനായ പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്നത്. അതും സുപ്രീം കോടതിയുടെ ഇടപെടലോട് കൂടിയാണ് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അങ്ങനെ നിരവധി തവണ കേസിന്റെ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യം. കോവിഡ് ഇടയ്ക്കൊരു പ്രശ്നമായിരുന്നു. കേസ് വിചാരണകൾ നീണ്ടുപോകാനുള്ള പ്രശ്നം കോവിഡ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. എന്നിരുന്നാലും നിരവധി തവണ കോടതി, അതായത് ഉയർന്ന കോടതികളുടെ ഇടപെടൽ കൂടി വേണ്ടി വന്നു ഇപ്പോൾ ഡിസംബർ 8-ന് ഇതിന്റെ വിധി പ്രസ്താവിക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് എത്താൻ. അതായത് ഈ നടിയെ ആക്രമിക്കാൻ ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നായിരുന്നു കേസിലെ 1-ാം പ്രതി പൾസർ സുനിയുടെ മൊഴി. അതിനുശേഷം ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നു. ഏകദേശം 85 ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടക്കുന്നു. ഏവരും ഉറ്റുനോക്കുന്നത് ദിലീപ് കേസിൽ ശിക്ഷിക്കപ്പെടുമോ എന്നാണ്. കാരണം പൾസർ സുനി ഇപ്പോഴും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കോടതിയിലും സമാനമായ രീതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ 8 വർഷ കാലയളവിൽ കേസിലെ പ്രതിയായിട്ടുള്ള ദിലീപ് ഈ കേസ് അട്ടിമറിക്കാൻ പല ശ്രമങ്ങളും നടത്തിയെന്ന് പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള പല ആരോപണങ്ങൾ ഉയർന്നു. മെമ്മറി കാർഡ് വിവരങ്ങൾ ചോരുന്നു. അങ്ങനെ പല രീതിയിലുള്ള അട്ടിമറികളും ഉണ്ടായിട്ടുള്ളൊരു കേസ് കൂടിയാണ്. സ്വാഭാവികമായും ഇവിടെ പൾസർ സുനിക്കപ്പുറം ഈ കേസിലെ, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നടന്മാരിൽ ഒരാൾ,
അത് ഇത്രയും നീചമായ ഒരു കൃത്യം ചെയ്യുന്നു, അതിന് കൊട്ടേഷൻ നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ മലയാളിക്ക് ഒരു ഘട്ടത്തിൽ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷെ അതിനുശേഷമാണ് ഓരോ ദിവസങ്ങളിലും ദിലീപിന് എതിരായിട്ടുള്ള തെളിവുകൾ, വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ദിലീപിനെതിരെ എന്തൊക്കെ തെളിവുകളാണ് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ആജ്ഞ. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അതായത് ഈ വിചാരണ കോടതി ജഡ്ജിനെതിരെ അതിജീവിത പോലും രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് 3 തവണ ഹാഷ് വാല്യൂ മാറിയെന്ന് കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ ഹാഷ് വാല്യൂ മാറി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലുള്ള വസ്തുതാ റിപ്പോർട്ട് അത് പരിശോധിക്കണം. അതല്ലെങ്കിൽ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സഹപ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടി ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത ഒരു സാഹചര്യത്തിൽ അതിൽ നടപടിയെടുത്തു, നിലപാടെടുത്തു എന്നുള്ള ആരോപണവുമായിട്ടാണ് നടി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും 3 തവണ എന്ന് പറയുമ്പോൾ ഒന്ന് എറണാകുളം അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, രണ്ടാമത്തത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉദ്യോഗസ്ഥനായിട്ട് മഹേഷ് മോഹൻ, മൂന്നാമത് ശിരസ്താർ താജുദ്ദീൻ. ഈ 3 പേരുടെ കൈവശമാണ്, അല്ലെങ്കിൽ ഈ 3 പേരാണ് ഈ മെമ്മറി കാർഡ് ഈ ഫോണിൽ ഇട്ട് നോക്കിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതേസമയം അതിൽ വന്നിട്ടുള്ള അന്വേഷണത്തിലും വസ്തുതാ റിപ്പോർട്ടിലുമൊക്കെ വേണ്ട തരത്തിൽ കോടതി നടപടിയെടുത്തില്ല എന്നുള്ള പരാതിയുമായിട്ടാണ് ഹൈക്കോടതിയിൽ ഉപഹർജിയുമായി അതിജീവിത എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ദൃശ്യങ്ങൾ ചോർന്ന സാഹചര്യമുണ്ട്. ദൃശ്യങ്ങൾ തനിക്ക് വേണം എന്ന് ആവശ്യപ്പെട്ട ദിലീപ് കോടതിയിൽ ഹർജി നൽകുന്ന സാഹചര്യമുണ്ട്. അതേസമയം ഇതൊന്നും കോടതി വേണമെങ്കിൽ ദൃശ്യങ്ങൾ പരിശോധിക്കാം, അതേസമയം നൽകാനാകില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ. പക്ഷെ അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യം, കേരളം കണ്ടിട്ടുള്ള ഒരു ബലാത്സംഗം, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ നൽകുന്ന ആദ്യത്തെ കേസ്, അതല്ലെങ്കിൽ അത്രയും നാണം കെട്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് പോയി. ദിലീപ് എന്ന നടന്റെ കരിയർ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അതുവരെ ജനപ്രിയ നായകനായിരുന്ന ദിലീപ്, പൊതുജനം തന്നെ ദിലീപിനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ തുടർന്നുണ്ടായ ദിലീപ് ചിത്രങ്ങളൊക്കെ ഇത്തരത്തിൽ വൻ ഫ്ലോപ്പാകുന്ന സാഹചര്യത്തിലേക്ക് മാറുകയുണ്ടായി. എന്തായാലും പൊതുജനത്തിന്റെ കൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കൂടി വലിയ വിമർശനങ്ങൾ ദിലീപിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേസിന്റെ 2ാം ഘട്ടത്തിലാണ് ദിലീപിനെതിരെ തെളിവുകൾ പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതായത് ദിലീപ് ഈ പൾസർ സുനി, ദിലീപിന്റെ 1ാം പ്രതി പൾസർ സുനി ദിലീപിന്റെ സെറ്റിലെത്തിയിരുന്നതുമായി ബന്ധപ്പെട്ടും ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്താനായിട്ടുണ്ട്. അത് മാത്രമല്ല, പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിന് അയച്ചിട്ടുള്ള കത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് കണ്ടെത്താൻ ആയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബലാത്സംഗവുമായിട്ട്, അതായത് നടിയെ ുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന 5 പ്രതികളായിരുന്നു. നേരിട്ട് ഇതിൽ ഈ കുറ്റകൃത്യത്തിൽ ഇടപെട്ടുള്ള 5 പ്രതികളായിരുന്നു ആദ്യഘട്ടത്തിൽ കേസിലുണ്ടായിരുന്നത്. അതേസമയം 2ാം ഘട്ടത്തിലാണ് ദിലീപിനെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും 2017 ജൂലൈ 10 ദിലീപ് എന്ന് പറയുന്ന നടൻ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ടായത്. തുടർന്ന് 85 ദിവസമാണ് ദിലീപിന് ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ളത്. തുടർന്നാണ് ദിലീപ് ജാമ്യത്തിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ പറയുന്ന 7 വർഷവും 8 മാസവും, അതായത് 2018 മാർച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിചാരണ തുടങ്ങുന്നത്. ഈ 7 വർഷവും 8 മാസവുമായി ഈ കേസിന്റെ വിചാരണ നടപടികൾ നേടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഹർജികളുമായി പ്രതികൾ കോടതിയിലെത്തുന്നു. ഇത്തരത്തിൽ ഈ വിചാരണ നീളുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ, അതായത് വിധി പ്രസ്താവനത്തിനും വിചാരണ പൂർത്തിയാക്കാനും സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണി എം വർഗീസ് സുപ്രീം കോടതിക്ക് കത്തെഴുതുന്നു. അത് സുപ്രീം കോടതി അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യം 6 മാസത്തേക്ക് കൂടി നീട്ടി നൽകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ പിന്നീടും അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിചാരണ തടവുകാരന് 7.5 വർഷവും ജാമ്യം നൽകിയില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി. അതായത് പൾസർ സുനി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്ന സാഹചര്യത്തിലാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അങ്ങനെയുള്ളപ്പോൾ അതുകൂടി വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളം കാത്തിരിക്കുന്ന വിധിയാണ്. അത് മാത്രമല്ല, അതിജീവത ഇതുമായി ബന്ധപ്പെട്ട് തുറന്ന കോടതിയിൽ തനിക്ക് വാദം വേണം എന്നുള്ള ആവശ്യമായി കോടതിയിലെത്തിയത് ശ്രദ്ധേയമാണ്. തുറന്ന കോടതി, അതായത് ഇത്തരം കാര്യങ്ങൾ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആണ്. അടച്ചിട്ട കോടതി മുറിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസുകളിൽ സ്ത്രീയെ അധിക്ഷേപിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് അടച്ചിട്ട കോടതി മുറിയിലാണ് ഇത്തരം വാദങ്ങൾ കേൾക്കുക. അത് വേണ്ട, തനിക്ക് അതിജീവത എന്നൊരു ടാഗ് ലൈനിൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് IFFK വേദിയിൽ വെച്ച്
നടി തുറന്നു പറയുകയും താൻ ഇനി മുതൽ അതിജീവതയല്ല, എൻ്റെ പേരിൽ തന്നെ ഇത് അറിയപ്പെടും, ഞാൻ അറിയപ്പെടും എന്ന് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് സിനിമാ മേഖലയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷം നീണ്ട പോരാട്ടം എന്തായാലും ഡിസംബർ 8 വിധി വരുമ്പോൾ അവർക്ക് അനുകൂലമാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആജ്ഞ, ഇവിടെ നമുക്കറിയാം വലിയ രീതിയിലുള്ള വലിയ സ്വാധീനമുള്ള ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ദിലീപ്. അതായത് ആ കേസിൻ്റെ തുടക്കഘട്ടത്തിൽ രാഷ്ട്രീയ സ്വാധീനം, അതോടൊപ്പം പല പോലീസ് ഉന്നതരുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നീതി കിട്ടുമോ എന്നൊരാശങ്ക തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അത്രയധികം ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് പലരും രംഗത്തെത്തുന്നു. ചില സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുൾപ്പെടെ ദിലീപിനെ ന്യായീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദിലീപിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ രംഗത്തെത്തുന്നു. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ അതിജീവിത വലിയ പോരാട്ടം നടത്തിയത്. ഈ കേസിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വിധി വരാൻ. തനിക്ക് നീതി കിട്ടുമെന്ന് അതിജീവിത ഉറച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വസ്തുത റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അതായത് അതിൽ നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ട അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നൊരു കാര്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിനെതിരെയാണ് ജഡ്ജ് ഇത്തരത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ള ഒരു ആരോപണവുമായി അതിജീവിത കോടതിയിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു വ്യക്തി, ഒരു മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു നടൻ, ജനപ്രിയ നായകൻ, വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, പ്രതികളെ സാക്ഷി നൽകിയിരുന്ന ആളുകളെയൊക്കെ മൊഴി നൽകിയിരുന്ന ആളുകളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം. 21ഓളം പേര് പിന്നീട് കൂറുമാറുന്ന സാഹചര്യം. പ്രധാനമായും ഇടവേള ബാബു, ബിന്ദു പണിക്കർ, നടി ഭാമ, അതുപോലെ റിമി ടോമി തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ആദ്യം പറഞ്ഞതിൽ നിന്നും കൂറുമാറ്റം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതേസമയം മഞ്ജു വാര്യരുടെ മൊഴി പിന്നീട് അത് അങ്ങേയറ്റം നിർണായകമാവുകയും കുഞ്ചാക്കോ മൊഴി നൽകിയത് നിർണായകമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ നടി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഈ നടിയെ ആക്രമിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ മലയാള സിനിമയിലെ സ്ത്രീകൾ ഒത്തുചേരുകയും വിമൻ ഇൻ കളക്റ്റീവ് സിനിമയിലേക്ക് രൂപീകരണത്തിലേക്ക് പോവുകയും അവരൊന്നിച്ച് മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തു. ഇത്തരത്തിൽ മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം വേണം, ഓരോ സിനിമ സെറ്റും IC വേണം തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടും പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതും റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ട് 3-അംഗ കമ്മിറ്റി രൂപീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നതും തുടർന്ന് സിനിമയിലെ നയരൂപീകരണത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നതും നടിയെ ആക്രമിച്ച കേസ് അതിനൊരു അടിസ്ഥാനമായി എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ടോം സൂചിപ്പിച്ചതുപോലെ അതിജീവനത്തിന്റെ കാലഘട്ടം തന്നെയാണ് ആ സ്ത്രീക്ക് ഈ കഴിഞ്ഞ 8 വർഷവും എന്ന് ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരതിന്റെ പിന്നാലെ ഈ പറഞ്ഞതുപോലെ അതിജീവിത എന്ന് പറയുന്ന ഒരു പേരിന്റെ മറവിൽ തനിക്ക് ജീവിക്കണ്ട, താൻ നേരിട്ട് പോരാടാനും തുറന്ന കോടതിയിൽ വാദം കേൾക്കാനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്ന ഒരു സ്ത്രീ അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷിയും ഇത് പരിഗണിക്കേണ്ടത്. കാരണം ഇത്തരം കേസുകൾ പലതും തീരുമാനമാകാതെ അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് നടക്കാതെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം അട്രോസിറ്റീസിനെതിരെ പലപ്പോഴും വിചാരണ പോലും നേരിടാതെ നടക്കുന്ന നിരവധി കേസുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അല്ലെങ്കിൽ ഒടുവിൽ അവർക്ക് പിന്മാറേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിൽ അതിജീവിത കാണിച്ചുള്ള ഈ വിപതി ധൈര്യത്തെ അങ്ങേയറ്റം പ്രശംസനീയമാണ് എന്ന് തന്നെ വേണം പറയാൻ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള ഓരോ പോരാട്ടവും ഈ കഴിഞ്ഞ 8 വർഷവും അവർ നടത്തിയിട്ടുള്ള അതിജീവനത്തിന്റെ ഈ ഒരു ഘട്ടമായിരുന്നു അവർക്ക് അതിജീവനത്തിന്റെ ഒരു തണല് അല്ലെങ്കിൽ ഒരു താങ്ങ് വേണ്ടി വന്നിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നോക്കിയത്. നടിയാക്രമണ കേസിൽ ഡിസംബർ 8 വിധി വരികയാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊലപ്പെടുത്തി. പൂക്കോട്ടൂർ സ്വദേശി അമീർ സുഹൈലാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ ജുനൈദ് മഞ്ചേരി പോലീസിൽ കീഴടങ്ങി. സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളുമാണ് തർക്കത്തിന് ഒടുവിൽ കൊലപാതകത്തിനും കാരണമെന്ന്
പോലീസ് പറയുന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചതാണ് പിന്നെ മരണപ്പെട്ട് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രൊസീജിയറായിട്ട് പോയി അവിടെ പോയി അവരെ കണ്ട് കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ ഞങ്ങൾ കണ്ട കാഴ്ചകൾ അവർ രണ്ടാളും ഏട്ടനും അനിയനും ഒന്നിച്ച് ഉണ്ടായിരുന്നൊരു അവസ്ഥയിലുണ്ടായിരുന്നു. ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ ഒരു ബൈക്കുമ്പോൾ രണ്ടാളുണ്ടായിരുന്നു. പിന്നെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. ഇവിടെ അവർക്കും ചോദിച്ചിട്ട് മനസ്സിലാണെങ്കിൽ ആർക്കും അറിയണില്ല. ഒരു 4 മണിൻ്റെ 5 മണിൻ്റെ ഉള്ളിൽ ഉള്ളത്. നമ്മളൊരു 4:35-40 ആയപ്പോഴാണ് ഞാൻ അറിയണത്. വീട്ടിൽ നമ്മൾ അയൽവാസി ഒരു പയ്യൻ വന്നുകൊണ്ട് ബെല്ലടിക്കുമ്പോഴാണ് ഒരു വിളിച്ചുകൊണ്ട് ഇങ്ങനെ അമീറിന് ഇങ്ങനെ കുത്തേറ്റിക്കണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞാണ്ട് വിളിക്കണത്. വന്ന് നമ്മളിവിടെ എത്തുമ്പോഴത്തേനും അമ്മ പറഞ്ഞാണ് കൊണ്ടുപോകാനില്ല, ബാക്കിയില്ല, അമ്മ കരിയാണ് കണ്ട്. അപ്പോൾ നമ്മൾ മാനുവിനെ അതേപോലെ ഇവിടെ നമ്മളെ ബാക്കിയുള്ള അയൽവാസികളെ എൻ്റെ വാപ്പ പിന്നെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ വിവരം അറിയിച്ചു. വിവരം അറിയിച്ചോടുകൂടി നമ്മൾ സ്റ്റേഷനിൽ പോലീസിൽ അറിയിച്ചതിന് ശേഷം ആണ് നമ്മൾ എടുത്തുകൊണ്ടാൻ നോക്കിയപ്പോൾ ഇല്ല, ആൾ ജീവനില്ല. പിന്നെ പോലീസുകാർ വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത്. ഇവർ തമ്മിൽ പിന്നെ എന്തോ സാമ്പത്തിക ഇടപാടിൻ്റെ ഒരു വിഷയമാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. വേറെ കാര്യങ്ങളൊന്നും കൂടുതൽ നമുക്കറിയില്ല. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, പല കുടുംബങ്ങളിലും ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങളും സ്വത്ത് തർക്കവും ഒക്കെ ഉണ്ടാകാറുണ്ട്, അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു സഹോദരൻ്റെ ജീവനെടുക്കുന്ന സാഹചര്യം, എന്താണ് അവിടെ സംഭവിച്ചത്? ടോം, ജുനൈദും അമീറും തമ്മിൽ ഈ ഒരു വിഷയത്തിലേക്ക് നയിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളുമാണെന്ന സൂചനയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്. അവർക്കൊരു വീട് വിറ്റ പണിയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചെലവും അതേപോലെ തന്നെ കടവും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ അനിയനെതിരെ അനിയൻ്റെ ദുഷ്ചെലവും മറ്റും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വിധത്തിൽ ജ്യേഷ്ഠൻ സംസാരിക്കുകയും അവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഏതൊരു സാധാരണ കുടുംബത്തിലും ഉണ്ടാകുന്ന പോലെ ഒരു തർക്കമാണ് എന്ന് വേണം കരുതാം. കാരണം നമ്മൾ ആദ്യം കേട്ട ഒരു സാക്ഷിയുടെ പരിസരവാസിയുടെ മൊഴിയിൽ തന്നെ എപ്പോഴും അവർ ഒരുമിച്ചാണ് കാണാറുള്ളത്, ഇന്നലെ രാത്രിയും ഞങ്ങൾ ഒരുമിച്ച് കണ്ടതാണെന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടായൊരു പ്രകോപനമാകാം ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് വേണം പ്രാഥമികമായിട്ട് വിലയിരുത്തുവാൻ. ഇത് പുലർച്ചെ 4 മണിക്കോ 5 മണിക്കോ ഇടയിലാണ് ഈ ഒരു സംഭവം നടന്നത്. ജുനൈദ് അതിനുശേഷം മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സ്വയം വണ്ടി ഓടിച്ച് ഹാജരാവുകയാണ് ചെയ്തത്. താൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിനോട് ജുനൈദ് പറയുകയും അപ്പോഴാണ് പോലീസ് സംഭവം അറിയുകയും വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ഇയാളുടെ മൊഴിയിൽ പല വൈരുദ്ധ്യങ്ങളുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. അത് സംബന്ധിച്ചും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറെ കൂടി ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നൊരു വിശദീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അനിയനെ കുത്തി അത് അനിയൻ മരിച്ചു പോയതിൻ്റെ ഒരു മാനസിക ആഘാതം ഇയാൾക്കുണ്ടോ എന്ന കാര്യവും സംശയിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും കാരണങ്ങളുമാണ് പോലീസ് ഇതിൽ പറയുന്നെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ സംഭവത്തിലേക്ക് നയിച്ചത് കടബാധ്യതകളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും തന്നെയാണ് എന്നാണ് നമുക്ക് പൊതുജനങ്ങളിൽ നിന്നും പരിസരവാസികളിൽ നിന്നും പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിവരം. അങ്ങനെ ഇരുവരും തമ്മിൽ നേരത്തെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അനുമതി സൂചിപ്പിച്ചതുപോലെ പുലർച്ചെ 5 മണിക്കാണ് ഈ കൊലപാതകം നടന്നതെങ്കിൽ ആ പുലർച്ചെ വരെയും കൃത്യമായ ആസൂത്രണത്തോടെ സഹോദരനെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടെ തന്നെ ഇയാൾ കുത്തിയതായിരിക്കുമോ? അതിൽ പെട്ടെന്നുള്ള പ്രകോപനമല്ല, കാരണം പുലർച്ചെ ഒരു തർക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ചിലപ്പോൾ രാത്രിയിൽ ഒരുപാട് സമയം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. രാവിലെ അതിന് മറുപടിയായിട്ട് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ വരികയോ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. എന്നാലും ഇതിൽ 2 കാര്യങ്ങളാണ് പോലീസ് സംശയിക്കുന്നത്. ഒന്ന് ഇക്കാര്യത്തിൽ ഒരു ആസൂത്രിതമായ നീക്കം ഈ ജുനൈദിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. 2 കുത്തേറ്റിട്ടുണ്ട് ഇയാൾക്ക് എന്നാണ് പറയുന്നത്. മരണം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഇത്രയും ആഴത്തിൽ ജീവൻ എടുക്കുന്ന തരത്തിലൊരു അക്രമം ഉണ്ടാകുമോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തർക്കം ഉണ്ടായപ്പോൾ പെട്ടെന്ന് അടുത്തുണ്ടായിരുന്നു കത്തിയെടുത്ത് കുത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളതാണ്. എന്താണെങ്കിലും ഇതിൽ ഈ പ്രതിയുടെ ജുനൈദിൻ്റെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഉണ്ട് എന്ന് പോലീസ് പറയുമ്പോൾ തന്നെ
ഒന്നുകിൽ ഇയാൾക്ക് ഈ സംഭവത്തെ തുടർന്ന് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ആഘാതം ഉണ്ടാവുകയോ അത്തരത്തിൽ കൃത്യമായി മൊഴി നൽകാൻ കഴിയാത്ത അവസ്ഥ എന്തെങ്കിലും ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് അതായത് ഒരു ആസൂത്രിത നീക്കമാണെങ്കിൽ അതങ്ങനെയല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ മൊഴി നൽകുക, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടോ എന്നും ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെ മുമ്പിൽ പ്രധാനമായിട്ടും ചോദ്യമായി വരുന്നത്. എന്തിനാണെങ്കിലും നാട്ടുകാരെ സംബന്ധിച്ച് ഇവരങ്ങനെ പരസ്യമായിട്ട് അടികൂടുന്നവരോ പ്രശ്നക്കാരോ ഒന്നുമല്ല. എപ്പോഴും ഒരുമിച്ച് കാണുന്നവരും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നവരും ഒരുമിച്ച് നടക്കുന്നവരൊക്കെയാണ്. അപ്പോൾ വീട്ടിലെ ഒരു പ്രശ്നം പെട്ടെന്ന് ഒരു സാമ്പത്തിക ബാധ്യതകളുള്ള തർക്കം ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് വഴിമാറി എന്ന നിഗമനം തന്നെയാണ് പൊതുജനത്തിനും പരിസരവാസികൾക്കൊക്കെ ഉള്ളത്. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ സഹോദരങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതയുമാണ് ഒരാളുടെ ജീവനൊടുക്കുന്നതിൽ കലാശിച്ചത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. തിരുവനന്തപുരം കീഴാലൂർ സ്വദേശി സജീവാണ് അറസ്റ്റിലായത്. ശനിയാഴ്ചയുണ്ടായ ദുരനുഭവം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പെൺകുട്ടി അതിക്രമത്തിന് ശേഷം പ്രതിയെ പിന്തുടരുന്ന വീഡിയോയും പങ്കുവച്ചിരുന്നു. ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ട്രെയിനിൽ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല. വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിന് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ അത്രയും ആൾക്കാരില്ല. ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല 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 അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു, സാരില്ല മോളെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, സാരില്ല, എന്തായാലും മാലി അങ്ങനത്തെ ഒന്നല്ലല്ലോ പൊട്ടിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു, ആളെന്റെ മാല പൊട്ടിച്ചതല്ല, ആളെന്റെ ബ്രസ്റ്റിൽ കയറി പിടിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇതുപോലുള്ളൊരു ദുരനുഭവം ഉണ്ടായാൽ സാധാരണ ഏതൊരു പെൺകുട്ടിയും മാനസികമായി തകർന്നു പോകും. പക്ഷെ ഇവിടെ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് ആ പ്രതിയുടെ അക്രമിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു. പക്ഷെ അവിടെ ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകളെടുത്താൽ ഒരാൾ പോലും ആ സമയത്ത് സഹായത്തിനെത്തിയില്ല. ഒരു സഹയാത്രക്കാരി പറഞ്ഞത് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രതിയെ അക്രമിയെ പിടികൂടാൻ ആരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ല. ഒടുവിൽ ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പെൺകുട്ടി തന്നെ പങ്കുവയ്ക്കുന്നു. പിന്നീട് പോലീസിൽ പരാതി നൽകുന്നു. ഏറ്റവും ഒടുവിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് സംഭവിച്ചത്? ശനിയാഴ്ചയാണ് അതിൽ സംഭവം നടക്കുന്നത്. ഇത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ പൂനെ എക്സ്പ്രസ്സിൽ തൃശ്ശൂർക്ക് പോകാനായിട്ടാണ് ഈ പെൺകുട്ടി എറണാകുളം നോർത്തിൽ നിന്ന് ട്രെയിൻ കയറാൻ പോകുന്നത്. അപ്പോൾ തൊട്ട് പിറകിലുണ്ടായിരുന്ന യാത്രക്കാരനാണ് പിറകിലൂടെ ഈ പെൺകുട്ടിയുടെ ദേഹത്ത് വളരെ മോശമായ രീതിയിൽ തന്നെ കൈവയ്ക്കുന്നത്. തുടർന്ന് ഈ പെൺകുട്ടി ശബ്ദമുണ്ടാക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പെൺകുട്ടി വളരെ ഉച്ചത്തിൽ ബഹളമുണ്ടാക്കി നിന്നെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറകെ ഓടാനായിട്ട് ശ്രമിക്കുന്നു. അതിനിടയിൽ ആ ദൃശ്യങ്ങളും ആ കുട്ടിയെ പകർത്തുന്നുണ്ട്, മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ട്. അങ്ങനെ ഇയാൾ ഓടിമറിഞ്ഞെങ്കിലും പിന്നീട് അവിടെ എത്തിയ പോലീസുകാരും അതോടൊപ്പം തന്നെ ചുറ്റുമുണ്ടായിരുന്നവരും ഇവരോട് പരാതിപ്പെടുവാൻ, അവിടെയുള്ള റെയിൽവേ പോലീസിനടക്കം പരാതിപ്പെടാനായിട്ട് പറഞ്ഞു. അതിനനുസരിച്ച് പരാതി എഴുതി നൽകുകയും ചെയ്തു. ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഈ സംഭവം ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലടക്കം ഈ വിഷ്വൽ അടക്കം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ പെൺകുട്ടി പറയുന്നത് പോലെ ഇതുപോലുള്ള ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾ അതിൽ നിന്ന്
മാറി നിൽക്കരുത് എന്ന് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവരോട് പറഞ്ഞത് മാല പൊട്ടിക്കാനാണോ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറയുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. പക്ഷേ അതല്ല വേണ്ടിയിരുന്നത് എന്ന് ആ കുട്ടി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് ഒരിക്കലും മുഖം തിരിക്കാതെ അവരെ പരാതിപ്പെടുവാൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതുതന്നെയാണ് പെൺകുട്ടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കാരണം ഇതുപോലെ സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ചിലപ്പോൾ പൊതു നിരത്തിൽ വെച്ച് പോലും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായും അവർ പ്രതിരോധിക്കാൻ അത് ശീലിക്കണം. ഇത്തരം അക്രമികളെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ, നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനടക്കം ശ്രമിക്കണം. തൻ്റെ ഈ അനുഭവം അങ്ങനെയുള്ളവർക്ക് കൂടി പ്രചോദനമാകണം. ഇങ്ങനെ മാറി നിൽക്കരുത് എന്നതുകൊണ്ട് തന്നെയാണ് താൻ ഈ ഘട്ടത്തിലേക്ക് വന്നതെന്ന് പറയുന്നു. പരാതി നൽകുമ്പോൾ തുടർ പരാതിയുമായിട്ട്, അതായത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ടോ എന്നതടക്കം ഇവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ കോടതിയും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് അവർ ഓർമ്മപ്പെടുത്തുമ്പോൾ താൻ അതിന് തയ്യാറാണ്. കാരണം ഇതിൽ നിയമ നടപടികൾ ആവശ്യമാണ്. ഇയാൾക്ക് പറയാനുള്ളത് എന്ത് വിശദീകരണമാണെങ്കിൽ കൂടിയും അത് തനിക്ക് കേൾക്കേണ്ടതില്ല. ഇതിൽ കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ പെൺകുട്ടി പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഈ സംഭവം ഓരോ വ്യക്തികൾക്കും, ഓരോ പെൺകുട്ടികൾക്കും മാതൃകയാണ്. കാരണം സാധാരണ ഇത്തരം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പോലീസ് കോടതി എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും ഭയക്കും. മാത്രമല്ല അതിൻ്റെ പിന്നാലെ പോകണോ, അതുകൊണ്ട് കേസിൽ നിന്ന് പലപ്പോഴും പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി തുടക്കം മുതൽ കാട്ടിയ ധൈര്യം, അതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതിനു മുൻപ് ഇതുപോലെ ഏതെങ്കിലും പെൺകുട്ടികളെ കടന്നു പിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയിട്ടുള്ള വ്യക്തിയാണ്? ഏതെങ്കിലും കേസ് ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഉണ്ടോ ഡാനി? അല്ല, അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം നിലവിൽ അത്തരം സാധ്യതകളില്ല എന്ന് പറയുന്നു. എന്നാലും കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം. കാരണം ഇതൊരു ഹാബിച്വൽ ഒഫൻഡർ എന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും പറയുന്നത്. കാരണം അതുകൊണ്ട് തന്നെ വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലാത്തൊരാൾക്ക് ഇങ്ങനെ പൊതുനിരത്തിലൊന്നും ഇതുപോലെ ചെയ്യാനായിട്ട് ധൈര്യപ്പെടുകയൊന്നുമില്ല. അപ്പോൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഈ പെൺകുട്ടി അടക്കം പറയുന്നതും. അത് മാത്രവുമല്ല, പോലീസുകാർക്കും അത്തരമൊരു സംശയങ്ങളുമുണ്ട്. ഇത് ഇയാളുടേത് ഒരൊറ്റപ്പെട്ട സംഭവമാവില്ല. ഇയാളുടെ സ്വഭാവ വൈകൃത്യം കൊണ്ട് തന്നെയായിരിക്കാം ഇതെല്ലാം തന്നെ അത് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നതാണ് പോലീസ് പറയുന്നത്. മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ ഇയാൾ ഇതുപോലെ പെട്ടിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ കേസുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ
സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട്ടെ മാമി തിരോധാനത്തിൽ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും നേരത്തെ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. കാണാതാകുമ്പോൾ മാമി പോയ സ്ഥലങ്ങളിലെ CCTV ശേഖരിച്ചില്ല എന്നാണ് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്. പിന്നീട് പോയി പരിശോധിച്ചപ്പോൾ ദൃശ്യങ്ങൾക്ക് സാങ്കേതിക പ്രശ്നമാണ് പറഞ്ഞത്. നടക്കാവ് പോലീസ് മാത്രമല്ല വീഴ്ച വരുത്തിയത്. കേസ് അട്ടിമറിക്കാൻ ആരാണ് സമ്മർദ്ദം ചെലുത്തിയതെന്ന് അന്വേഷിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് മാമി തിരോധാന കേസ്. പല രീതിയിലുള്ള അട്ടിമറികളും ഈ കേസിൽ ഉണ്ടായെന്ന്, പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. അനീഷിന്റെ ഒപ്പം ആക്ഷൻ കമ്മിറ്റിയും കുടുംബാംഗങ്ങളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവർ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണാനുണ്ടായ കാരണം? എന്താണ് അവർ പറയുന്നത്? ടോം, നമ്മൾ ഒരുപാട് തവണ സംസാരിച്ച വിഷയമാണ്. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കേസിൽ പുരോഗമിക്കുന്നു. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നതിനിടയിലും ഈ ആദ്യം കേസ് അന്വേഷിച്ച അന്വേഷണ സംഘത്തിന് വളരെ വലിയ പിഴവ് ലോക്കൽ പോലീസിനുണ്ടായി എന്നാണ് അവരുടെ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് IG-ക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നമുക്കൊപ്പം മാമിയുടെ മകൾ അദീബയുണ്ട്. നേരത്തെ തന്നെ കുടുംബം പലവട്ടം പറഞ്ഞിരുന്നത് ഒരു ഗുരുതരമായ വീഴ്ച ലോക്കൽ പോലീസിന് ഇക്കാര്യത്തിൽ പറ്റിയെന്നാണ്. അതാണ് ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിൽ പിഴവുണ്ട് എന്നാണ് നിങ്ങൾ നേരത്തെ തന്നെ ഒരു നിഗമനത്തിലെത്തിയത്? എന്താണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ കാര്യമായിട്ട് ഫസ്റ്റുള്ള ഡേയ്സ്, അതായത് ആ ഗോൾഡൻ ഹവേഴ്സ് അവർ എഫിഷ്യൻ്റായിട്ട് അന്വേഷിച്ചില്ല. പിന്നെ നമ്മളുടെ ഒരു കസിൻ ഉണ്ട്, റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു കാടിളക്കി മുകളിൽ നിന്ന് അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു ഹോൾഡ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മൾ ഇപ്പോൾ മിസ്സായത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് നിന്നാണ്. അവിടെയാണ് ഇപ്പോൾ ഓഫീസ്. അവിടെ നിന്ന് ഇപ്പോൾ മിസ്സായിട്ടും പോലീസ് ആരുടെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ പിറ്റേന്ന് അങ്ങനെ വന്ന് അന്വേഷിക്കണമല്ലോ, CCTV ക്യാമറാസ് ഒന്നും നോക്കിയില്ല. അതിനും അവർ നല്ല ഡിലേ ആയിട്ടാണ് പോയി ചെക്ക് ചെയ്തത്. അവിടെയും പിന്നെ ബീച്ചിൻ്റെ അവിടെയും ഇത് രണ്ടും ആണ് കാര്യമായിട്ട് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞത്. ബാക്കിയുള്ള തലക്കുളത്തൂർ വരെ ഇപ്പം ട്രാവൽ ചെയ്ത് അതുവരെ പോയിട്ടുണ്ട്. അപ്പം അത് ആ ഭാഗത്തുള്ള ഒന്നും ചെക്ക് ചെയ്തില്ല അവർ. അപ്പം എന്തുകൊണ്ട് അവർ ചെക്ക് ചെയ്തില്ല എന്ന് നമ്മൾ ഫസ്റ്റ് മുതലേ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ക്യാമറാസ് എല്ലാം വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി ഫെർദറായിട്ട് അന്വേഷിക്കാൻ വരുന്നവർക്ക് അവർ കൊടുക്കണമല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് അവരെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാ വിഷ്വൽസും നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇപ്പം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു വിഷ്വൽസും ഇതുവരെ ഒറ്റ വിഷ്വൽസും ക്രൈംബ്രാഞ്ചിന് അവർ കൊടുത്തിട്ടില്ല. അപ്പം അത് അത്രയും നമ്മളെ കേരള പോലീസിൻ്റെ അത്രയും വലിയൊരു ഫോൾട്ടാണത്. അപ്പം നമ്മളത് ഫസ്റ്റ് മുതലേ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവരെന്ത് ചെയ്തു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തത് അവർക്ക് ഈ ഇത്ര പോലീസിനെതിരെ അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്, അതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഇത്രയും കാലമായിട്ട് എൻ്റെ ഉപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പം എന്തെങ്കിലും ഒരു നല്ല റിപ്പോർട്ട് ഉപ്പയ്ക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ ഉപ്പ എവിടെ ഉള്ളത്, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് പ്രതീക്ഷിച്ചാണ് നമ്മളിരിക്കുന്നത്. നമുക്കിപ്പോഴും ട്രസ്റ്റ് ഉണ്ട്, നമ്മളെ പോലീസ് എന്തായാലും തെളിയിച്ച് തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ അതിൽ ഭയങ്കര സങ്കടമാണ്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഈ DC ആ കെട്ടിടത്തിൽ തന്നെ ഒരുപാട് ക്യാമറകളുണ്ടല്ലേ? പിന്നീട് ബീച്ചിലെ ഒരു കെട്ടിടത്തിലേക്ക് എത്തിയെന്നും പറഞ്ഞു അല്ലേ? ഈ ആക്ഷൻ കമ്മിറ്റി ഈ ക്യാമറകളുടെ പരിശോധന അല്ലേ, ബീച്ചിലെ ഒരു ബിൽഡിങ്ങിൽ അദ്ദേഹം അവസാനം എത്തിയിരുന്നതായി ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച കോൾ രേഖകൾ നോക്കിയില്ല, അല്ലെങ്കിൽ ഈ പിന്നീട് അവസാനം കണ്ട കെട്ടിടത്തിലെ കുറേ ആളുകൾ വന്ന് തെളിവെടുക്കുന്നു, അവിടെ CCTV അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പറഞ്ഞിരുന്നു CCTV അവിടെ അന്ന് കണ്ട ആളുകളെയൊക്കെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നതാണ്. പക്ഷേ CCTV ഫുട്ടേജ് എടുത്തില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞ സമയത്തും CCTV ഫുട്ടേജ് കാര്യമായിട്ട് എടുത്തില്ല. പോലീസ് പറഞ്ഞ ഭാഷ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CCTV ഫുട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ട് ആ സൗത്ത് ബീച്ചിലെ ബിൽഡിങ്ങിൽ പോയ സമയത്ത് ഈ കടൽക്കാറ്റ് വന്നതിന് ശേഷം ആ ക്യാമറ കേടായി പോയി എന്നാണ് പറഞ്ഞത്. അത് പോലീസ് പറയേണ്ട ഇതാണ് നമ്മളോട്. അതാണ് അവർ വളരെ ലാഘവത്തോടെ പറഞ്ഞത്. അവർക്കെന്തോ ഞങ്ങൾക്ക് തോന്നിയത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് വേണ്ട രീതിയിൽ ഇതൊരു സിമ്പിൾ കേസായിട്ടാണ് അവർ കണ്ടത്. മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് അവർ സിമ്പിൾ കേസായിട്ടാണ് അവർ കണ്ടതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അന്ന് ശരിയായ രീതിയിൽ ഇത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ മാമി കേസിൽ മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നടക്കാവ് പോലീസ് ശരിയായ രീതിയിൽ അവർക്ക് മുകളിലുള്ള ഭാഗ്യശക്തികൾ ഇടപെടാതെ ശരിയായ രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ മാമി കുടുംബത്തിലും മാമിക്ക് എന്ത് സംഭവിച്ചുള്ള കാര്യത്തിൽ മാമി കുടുംബത്തിന് നീതി കിട്ടുമായിരുന്നു. അതുണ്ടായില്ല. അതിപ്പം നമ്മളൊരാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആരോപണ വിധേയരാണ്.
സംശയമല്ല കാര്യത്തിൽ. അത് നമ്മൾ കണ്ടെത്തിയല്ല, ഇവിടുത്തെ മീഡിയകൾ പറഞ്ഞതോ ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റി പറഞ്ഞതോ അല്ല. ഉത്തരവാദപ്പെട്ട പോലീസിന്റെ ഉദ്യോഗസ്ഥർ നിയമിച്ച ഒരു അന്വേഷണം നടത്തിയിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നിയമിച്ചു. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ റിപ്പോർട്ടാണെന്ന് മീഡിയകളിലൂടെ വന്നത്. 4 പോലീസുകാരെ പേരടക്കം വന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരെ ചോദ്യം ചെയ്താൽ, ഞങ്ങൾ പറയുന്നത് അവരെ ചോദ്യം ചെയ്താൽ മനസ്സിലാവും ആരാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ മാമി കേസ് ഇല്ലായ്മ ചെയ്യാൻ, മാമി കേസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതിരിക്കാൻ ഈ 4 ആളുകളെ ശരിയായ രീതിയിൽ പോലീസ് ചോദ്യം ചെയ്യുക. ഒന്ന്. മറ്റൊന്ന്, ഇവരെ പേരിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ എങ്ങനെ ഇവിടെ സാധാരണക്കാർക്ക് നീതി കിട്ടണ്ടേ? പോലീസിലല്ലേ നമുക്ക് വിശ്വാസം, പ്രത്യേകിച്ച് കേരള പോലീസിൽ നമുക്ക് അത്രയും വിശ്വാസമാണ്. കേരള പോലീസ് വളരെ എഫിഷ്യൻ്റായ പോലീസാണ്. ഏത് കേസും എങ്ങനെയും തെളിയിക്കും, അതിനുള്ള കഴിവ്, അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ടല്ലോ. പക്ഷെ മാമി കേസിൽ അതുണ്ടായിട്ടില്ല. മാമി കുടുംബത്തിലും മാമിയുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും അതിന് നീതി കിട്ടിയില്ല മാമി കേസിൽ. അപ്പം അതുകൊണ്ട് ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ തന്നെ പക്ഷെ അവരെ ഈ സർവീസിൽ ഇരുന്നുകൊണ്ട് ഈ അന്വേഷണമായിട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഇതിനൊരു ക്രിയാത്മകമായ രീതിയിലോ വളരെ പെർഫെക്റ്റായ രീതിയിൽ അന്വേഷിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഇപ്പം ഞങ്ങൾക്കില്ല. അത് ശരിക്കും ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇതിന്റെ കാര്യത്തിൽ ഇപ്പം ആരാണോ അന്വേഷിച്ച് അവർ തന്നെ ബാക്കിയുള്ള കാര്യോട് പറയണം എന്താണ് സംഭവിച്ചത്, ഇവരെന്തെല്ലാം നടത്തി, അത് കണ്ടെത്തണ്ടേ. അത് റിപ്പോർട്ട് ഉണ്ടാവും, അടുത്ത ദിവസം പറയുന്നൊക്കെ പറഞ്ഞത് അറിയില്ല. ഈ റെജിയുടെ കാര്യം തന്നെ ആയാലും പലപ്പോഴും റെജിയിലേക്ക് എത്തുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കും. ഈ ഹൈക്കോടതിയിൽ നിന്നും റെജി അനുകൂലമായ ഉത്തരവ് വാങ്ങുന്നു. പിന്നീട് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ പരസ്പര വിരുദ്ധമായി പറയുന്നു. റെജി എന്നൊരു കഥാപാത്രം പലപ്പോഴും ദുരൂഹമായി നിൽക്കുന്നില്ല. ഈ റെജി ആണ് മാമിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ഡ്രൈവറായിരുന്നു. അന്ന് ഈ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ മാമിക്ക് ഇത് സംഭവിച്ച സമയത്ത് റെജിയുടെ വീടിന്റെ അടുത്ത് പോയിട്ട് CCTV പരിശോധിക്കണമെന്ന് മാമി കുടുംബം പറഞ്ഞു. അന്നപ്പോൾ എന്താണ് SHO പറഞ്ഞത്? അത് നിങ്ങൾ പോയി പരിശോധിക്കും. മാമി കുടുംബത്തിനോട് പറയാ, ഉത്തരവാദപ്പെട്ട മാമി കുടുംബത്തിലോ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായി അദ്ദേഹത്തോട് പറഞ്ഞെന്താ, നിങ്ങൾ പോയി അത് പരിശോധിക്കും. അതാണോ പോലീസ് പറയേണ്ടത്? ഏത് സംശയത്തിനും, വളരെ ചെറിയതായിട്ടുള്ള സംശയത്തിനെ പോലും നമ്മൾ എന്താക്കണം, അതിന്റെ പുറകെ പോകണ്ടേ പോലീസ്? അങ്ങനല്ലേ കേസുകൾ തെളിയിക്കാൻ പറ്റുള്ളൂ. പോലീസ് അത് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസിന് ഇത് തെളിയിക്കേണ്ട എന്നുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അതല്ലാതെ കാടളക്കി അന്വേഷണം വേണ്ടെന്ന് പോലീസ് പറഞ്ഞില്ല. അതൊക്കെ അതിന്റെ ഭാഗമല്ലേ. അപ്പം ഇത് മനസ്സിലാവുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ പോലീസ് പറയാൻ പറ്റുമോ? ഇതിൽ കാടളക്കി അന്വേഷണം വേണ്ട, ഇതൊരു ഫയൽ കുത്തിക്കെട്ടിയാൽ മതി. പോലീസ് ഭാഷയാണല്ലോ, ഫയൽ കുത്തിക്കെട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് മനസ്സിലാവുന്നതാ ഇപ്പോഴുള്ള ആളുകളല്ല, ഇവരെ വിശ്വസിച്ചല്ലേ പല സമയത്തും മാമി കുടുംബം നിന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇന്ന് ആരോപണ വിധേയരായിട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ IG നിർദ്ദേശിച്ച ഈ DYSP കണ്ടെത്തിയ ആ റിപ്പോർട്ട് ഇവരെ ആരോപണ വിധേയർ ഇന്ന ആൾക്കാരാണെന്ന് ഇവരെ വിശ്വസിച്ച മാമി കുടുംബം ഒരുപാട് കാലം നിന്നത്. അതിനുശേഷം 8 മാസത്തിന് ശേഷം ആക്ഷൻ കമ്മിറ്റി വന്നത്. ഈ പോലീസുകാരെ വിശ്വാസമായിരുന്നു, മാമി കുടുംബത്തിന് വിശ്വാസം. തലക്കളത്തൂരിലേക്ക് എത്തി എന്ന് പറയുന്നു. പക്ഷെ തലക്കളത്തൂരിൽ നിന്ന് എങ്ങോട്ട് പോയെന്നോ അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താനോ ഫോൺ കണ്ടെത്താനോ അങ്ങനെ ഒന്നും കഴിയുന്നുമില്ലല്ലേ. അവിടെ വെച്ച് അവസാനിക്കുന്നു, പിന്നെ ഒരു വിവരവുമില്ല. മറ്റു ചില കഥകൾ പിന്നീട് മെനയുകയും ചെയ്യുന്നു. അങ്ങനല്ലേ ഏതൊരു ക്രൈം നോക്കിയാൽ നമുക്കറിയാം അത് തെളിയിക്കണ്ട എന്നുള്ളതാണെങ്കിൽ അതിന് പുറകെ കുറേ സ്റ്റോറീസ് ഉണ്ടാവും. ആ സ്റ്റോറിയുടെ പിന്നാലെ പോലീസ് ഓടി. അതാണ് മാമിയുടെ കേസിലും ശരിക്കും സംഭവിച്ചത്. ശരിക്കും പോലീസ് എന്ന് പറഞ്ഞാൽ കഥയുടെ പിറകിൽ ഓടാനുള്ളതല്ലല്ലോ. എന്താന്ന് ഫാക്റ്റ്? പോലീസിന് കിട്ടുന്നൊരു ഗോൾഡൻ ഹവേഴ്സ് ഉണ്ടാവും. ആ ഹവേഴ്സിൽ അവൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൂഫുകൾ മുഴുവൻ അവരെന്ത് ചെയ്യണം, ആ സമയം കൊണ്ട് ചെയ്യണം. മാമി മിസ്സായെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഓഗസ്റ്റ് 21-ാം തീയതിയാണ്. 22-ാം തീയതിയാണ് നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നത്, FIR ഫയൽ ചെയ്യുന്നത്. ആ ദിവസം തന്നെ രാത്രി അവരെന്ത് ചെയ്യണം, അവർക്കറിയാം, ലൊക്കേഷൻ നോക്കിയാൽ അറിയാം CD ടവറിന്റെ അടുത്തുനിന്ന് മുതൽ ലാസ്റ്റ് തലക്കുളത്തൂർ വരെ പോയിട്ടുണ്ടെന്നുള്ളത്. അവിടെ മുതൽ തുടങ്ങണ്ടേ, അന്ന് രാത്രി തുടങ്ങണ്ടേ? ഒന്നുമില്ല, മിനിമം പിറ്റേന്ന് രാവിലെ തുടങ്ങണ്ടേ പോലീസ് അന്വേഷണം? പക്ഷേ CD ടവറിൽ പോലീസ് എത്തുന്നത് 25-ാം തീയതി. അവിടെ ലാഗിങ് വന്നു. തലക്കുളത്തൂരാണ് ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് കണ്ടു. തലക്കുളത്തൂർ CD ടവറിന്റെ അടുത്തുനിന്ന് തലക്കുളത്തൂർ വരെ 65ഓളം CCTV ക്യാമറകളുണ്ട്. ഒന്നും പോലീസ് പരിശോധിച്ചില്ല എന്ന് നമ്മൾ അന്നേ പറയുന്നു. ഇന്നലത്തെ റിപ്പോർട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ മനസ്സിലാക്കി ഒരു CCTV ഫോട്ടേജ് പോലും അവർ എടുത്തിട്ടില്ല എന്നുള്ളത്. എന്തിനായിരുന്നു? ഒരാൾ മിസ്സായാൽ നമുക്ക് പണ്ടത്തെ പോലെയല്ല. ഇപ്പം ലൊക്കേഷൻസ് ഉണ്ട്, CCTVകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. മണിക്കൂറുകൾ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്നൊരു കേസേ ഉണ്ടായിരുന്നു. അത് ഈ നടക്കാവ് പോലീസിൻ്റെ അനാസ്ഥ കൊണ്ട് ആണ് ഈ 2 വർഷവും 2 മാസവുമായിട്ട് പോയത്. അപ്പം ഇവരോട് ചോദിച്ചാൽ അറിയാം ഇവരെന്തുകൊണ്ട് അതെടുത്തില്ല എന്ന്. ഇവർ ആൻസറബിളാണ് അതിന്. ഒരു മനുഷ്യനാണ് മിസ്സായത്. ഇനിയിപ്പോൾ എന്താണ്, ഇപ്പം 2 വർഷവും 3 മാസവും കഴിഞ്ഞിരിക്കുന്നു അല്ലേ? നിങ്ങളിങ്ങനെ പ്രതീക്ഷയോടുകൂടി ഓരോ ദിവസവും കാത്തിരിക്കുന്നു. ഈ ക്രൈംബ്രാഞ്ച് എന്താണ് പറയുന്നത്? ക്രൈംബ്രാഞ്ച് ഇപ്പോഴുള്ള അവരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ മീഡിയയിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അറിയുന്നത്. ഒരു ഫോണിൻ്റെ ഒരു ഫോറൻസിക് റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ അറിഞ്ഞു.
അത് എത്ര കാലമായി? അതിപ്പോൾ 6 മാസത്തിനടുത്തായി ആ വെയിറ്റിംഗ് തുടങ്ങിയിട്ട്. ഇങ്ങനെ തന്നെ നമ്മൾ നേരത്തെയും റേറ്റ് ചെയ്തിരുന്നു. ടവർ ലൊക്കേഷൻ, ഡംപ് ടവർ ലൊക്കേഷന് നമ്മൾ 8 മാസമാണ് തലക്കുളത്തൂര് ടവർ ഡംപ് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിക്കൊണ്ട് മാമി കുടുംബം 8 മാസമാണ് വെയിറ്റ് ചെയ്തത്. നടക്കാ പോലീസ് നമ്മൾ ഓരോ വീക്കിലും നമ്മൾ പോകുന്ന സമയത്ത് അടുത്തേച്ച് കിട്ടും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു ടവർ ഡംപ് ലൊക്കേഷൻ കിട്ടാൻ 8 മാസം വേണം, അതോ 8-6 മാസം വേണം. അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം അവർ കണ്ടുപിടിക്കാൻ അല്ല, മാമിക്ക് എന്ത് പറ്റിയെന്നുള്ളത് കണ്ടുപിടിക്കാനല്ല, അതിൻ്റെ തെളിവുകളൊക്കെ നശിപ്പിക്കുന്ന ഒരു സമയം വരെ നമ്മളിങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. 3 മാസം കൊണ്ട് ഏകദേശം സംഭവങ്ങളൊക്കെ മിസ്സാവും. 6 മാസം കൊണ്ട് മിക്കവാറും പോയി കിട്ടും. ആ സമയം വരെ നമ്മളിതാ ഇത് ജസ്റ്റ് നാളെ അടുത്ത മൺഡേ ഓരോ ഡേറ്റ് നമുക്ക് ഇങ്ങനെ തരാമെന്ന്. അപ്പം നമ്മളിങ്ങനെ ഈ പോലീസിനെയും പ്രതീക്ഷ, അവർക്കുള്ളിലെ കുടുംബമൊക്കെ വീട്ടിലെ ഉമ്മയും പെങ്ങന്മാരും മക്കളൊക്കെ അല്ലേ, അപ്പം അവർ മനുഷ്യരാണെന്ന് വിചാരിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് എന്നതിലപ്പുറം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യൻ ഇങ്ങനെ പെട്ടെന്ന് മിസ്സാവല്ലേ. ടോം, അതാണ് ഇവർ പറയുന്നത്. കാരണം ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ പറയുന്നുണ്ട്, ഈ കേസിന്റെ സുവർണ്ണ നിമിഷങ്ങൾ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചില്ല. ബിസിനസ് ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, ഡ്രൈവർ റെജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പഴുതുകളാണ് ആദ്യം മുതൽ തന്നെ പോലീസ് അവശേഷിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം ഇക്കാര്യങ്ങളിൽ പിഴവ് പറ്റിയെന്ന് പറയുന്നതുകൊണ്ട് കുടുംബത്തിന് യാതൊരു ആശ്വാസവും ലഭിക്കുന്നില്ല. ഒപ്പം മാമിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നുമില്ല. ഒരു ഫോൺ പരിശോധനയുടെ ഇപ്പോൾ 6 മാസത്തിലധികം കാത്തിരിക്കുന്ന കാഴ്ചയുമാണ്. എന്തായാലും വീഴ്ച പോലീസ് സമ്മതിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. കേട്ടോ, തീർച്ചയായും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് മാമി തിരോധാന കേസിന്റെ അന്വേഷണത്തിലുണ്ടായത്. അനീഷ്, എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുടുംബം, കാരണം അവർക്ക് നീതി കിട്ടണം, മാമിയെ കണ്ടെത്താൻ കഴിയണം, അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലാണ്, നാളുകളായി അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലാണ്. ഈ വീഴ്ച വരുത്തിയാണ് പോലീസ് തന്നെ പറയുന്നുണ്ട് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായെന്ന്. അങ്ങനെയെങ്കിൽ ആ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ആവശ്യമല്ലേ? അത്തരമൊരു ആവശ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? അതീപ, ഈ വീഴ്ച നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെങ്കിൽ അതിൻ്റെ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്തി, പല തെളിവുകളും നഷ്ടപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടികൾക്ക് നിങ്ങൾ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? അവർ ഉത്തരം പറയണ്ടേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം, കേസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ. ഇപ്പം തുടക്കത്തിൽ എഫിഷ്യൻ്റായിട്ട് ഇവർ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ആദ്യത്തെ ആ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എന്തോ കൂടുതൽ ഉപ്പ ഈ തലക്കുളത്തൂർ സ്ഥലത്ത് ഏതൊരു വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കറക്റ്റാണോ നമുക്കറിയില്ല, പോലീസുകാർ തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പം അപ്പോൾ തന്നെ എഫിഷ്യൻ്റായിട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അവർ CCTV വെച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപ്പനെ പറ്റി അറിയാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഉപ്പ നമ്മളെ കൂടെ ഉണ്ടാവുമായിരുന്നു. അപ്പം ആദ്യത്തെ അവരെ മിസ്റ്റേക്ക് തന്നെയാണ്. അവർ എന്തുകൊണ്ട് അവർ അന്വേഷിച്ചില്ല, എന്തുകൊണ്ട് അവർ എഫിഷ്യൻ്റായിട്ട് അന്വേഷിച്ചിട്ടില്ല, അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പം നമ്മളിവിടെ ഇത്രയും 2 കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. മറ്റേത് അവർ എളുപ്പത്തിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അത്രയും അവർ ലാഗാക്കി. എന്തുകൊണ്ടാണെന്നറിയില്ല. അതിൻ്റെ ബിഹൈൻഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് അവരെ ക്വസ്റ്റ്യൻ ചെയ്താൽ മനസ്സിലാവും. ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ളത് നമുക്കറിയില്ല. നടപടി ആവശ്യം കുടുംബം തീർച്ചയായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആശ്രയിച്ചാണ്, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ശരിക്കും ആ ഒരു വർഷം നടക്കാവ് പോലീസിനെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ നിന്നത്. ഇന്നോ നാളെയോ റിസൾട്ട് തരുന്നുള്ളത്. അപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ അന്നേ ആരോപിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിലൂടെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ശരിവെച്ചാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്ന് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ശരിക്കും ആ ഉദ്യോഗസ്ഥന്മാരെ പേരിൽ FIR ഇടുകയും പിന്നെ അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസ് അന്വേഷിക്കും, കണ്ടുപിടിക്കും എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. കാരണം ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പോലീസിന് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ശരിവെച്ചതിൽ ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. അപ്പം തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയും അവരുടെ വിശദീകരണങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഈ അവസാനമായി പറഞ്ഞ ഈ പരിശോധനാ ഫലമെങ്കിലും കിട്ടുമ്പോൾ ഈ കേസിലൊരു തീരുമാനം ഉണ്ടാകും. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ഒരു കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തും എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. കേട്ടോ, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മാമി തിരോധാന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും കുടുംബം ആവശ്യപ്പെടുന്നു.
എറണാകുളത്ത് സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി സിവിൽ പോലീസ് ഓഫീസറിൽ നിന്നും പണം തട്ടിയ കേസിൽ അന്വേഷണം കൂടുതൽ പോലീസുകാരിലേക്ക്. അറസ്റ്റിലായ സ്പാ ജീവനക്കാരി രമ്യയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. കേസിൽ പ്രതിയായ പാലാരിവട്ടം സ്റ്റേഷനിലെ SI ബൈജു ഒളിവിലാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കേസിലെ മുഖ്യപ്രതി രമ്യയെ പിടികൂടാൻ കഴിഞ്ഞു. പക്ഷേ SI ബൈജു ഇപ്പോഴും ഒളിവിലാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടും പോലീസിലെ ആളുകൾ തന്നെ ഇയാളെ, ഈ പ്രതിയെ ബൈജുവിനെ സംരക്ഷിക്കുകയാണോ? കാരണം ബൈജു പിടിയിലായാൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്പാ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ പോലീസുകാരുടെ പങ്ക് പുറത്തു വരുമോ ഡാനി? പോലീസ് സംരക്ഷിക്കുകയാണോ എന്നറിയില്ല. ഏതായാലും ബൈജു ഒളിവിലാണ്. ഇതുവരെയും അയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം തുടരുന്നു എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം പല ഭാഗങ്ങളിൽ നടത്തുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ പലർക്കും പങ്കുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. കാരണം ഈ രമ്യ നൽകിയ മൊഴിയിൽ നേരത്തെയും സമാനമായ ഒരു പരാതിയുടെ ഒരു പശ്ചാത്തലം ആവർത്തിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം ഇവിടേക്ക് വരുന്നവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുക, വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുക, ആ വിവരങ്ങൾ ഇവരുടെ ഒരു ശൃംഖല അവർക്ക് കൈമാറുക എന്നതാണ്. അതായത് ഈ പല പോലീസുകാർക്കും ഇതിൽ പരിചയമുള്ളവരായിട്ടുണ്ട്. ഇവരുമായി നടത്തിപ്പുകാരുമായി പരിചയമുണ്ട്. നേരത്തെ അറസ്റ്റിലായ ഷിഹാവുമായും പരിചയമുണ്ട്. അപ്പോൾ ഇവരുടെ വ്യക്തിഗത വിവരങ്ങൾ ലഭ്യമാക്കുകയും പിന്നീട് അവരെ വിളിച്ചുകൊണ്ട് ഈ പല പരാതികളും, ഈ സ്പായിൽ വന്നിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് പരാതി വന്നിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, പരാതിക്കാരിയെ നേരിട്ട് കാണുന്നുണ്ടോ, പോലീസ് സ്റ്റേഷനിലേക്ക് വരണം, അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും പിന്നീട് സ്റ്റേഷന് പുറത്ത് അത്തരം പരാതികൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതി ഇവർ ചെയ്തിരുന്നതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകൾ പോലീസിന് ഇവരുടെ മൊഴികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോലീസിന് പോകണം. അതിൽ ബൈജുവിനെ അടക്കം ഇനി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കേസിൽ 1-ാം പ്രതിയാണ് ബൈജു. നിലവിൽ ഇയാളെക്കുറിച്ച് വിവരങ്ങളില്ല. പോലീസ് സസ്പെൻഷൻ വന്ന ഉടൻ തന്നെ ഇയാൾ മൊബൈൽ ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു എന്നാണ് ലഭ്യമാവുന്നത്. ഏതായാലും പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഊർജിതമാക്കി. കാരണം പോലീസിനാകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, നേരത്തെയും കൊച്ചിയിലെ ഈ സ്പാ സെൻ്ററുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പോലീസുകാർക്കെതിരെ നടപടി അടക്കം എടുത്തിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പലർക്കും തന്നെ പോലീസുകാർക്ക് അവരുടെ ഒരു സ്റ്റേഷൻ ലിമിറ്റിൽ വരുന്ന കേന്ദ്രങ്ങളിൽ അതാണ് പെട്ടിക്കട നടത്തുന്ന ആളുകൾക്കെതിരെ പോലും അല്ലെങ്കിൽ പെട്ടിക്കടകളിൽ പോലും സ്ഥിരമായി പോലീസിന്റെ പരിശോധന ഉണ്ടാകും. പക്ഷേ അനധികൃതമായി കൊച്ചി നഗരത്തിൽ 100 കണക്കിന് സ്പാ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നു. ഒരു പരിശോധനയുമില്ല, ഒരു നടപടിയുമില്ല. അവിടെ എന്തൊക്കെ വൃത്തികേട് കാട്ടിയാലും അവരെയൊക്കെ സംരക്ഷിക്കാൻ പോലീസ് ഉന്നതർ തന്നെയുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഒരു സ്പാ സെൻ്ററുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു പോലീസുകാരൻ പ്രതിയാകപ്പെടുന്നു, സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കൊച്ചിയിലെ ഓരോ സ്പാ സെൻ്ററുകൾ കേന്ദ്രീകരിച്ചും പരിശോധന ആവശ്യമല്ലേ? അങ്ങനെയെങ്കിൽ ഈ കൊച്ചി നഗരത്തിൽ എങ്ങനെയാണ് ഇത്ര അധികം സ്പാ സെൻ്ററുകൾ തഴച്ചു വളർന്നത്? ആരാണ് ഇവർക്ക് തണലൊരുക്കുന്നത്? ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഒരു അന്വേഷണം ആവശ്യമല്ലേ ഡാനി? പോലീസ് അത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, കൃത്യമായിട്ട് ഈ മറ്റനാശാസ്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാത്ത രീതിയിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകളും കൊച്ചിയിലുണ്ട്, മറ്റിടങ്ങളിലുമെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് പോലെ. പക്ഷേ ഇതിനെല്ലാം മറയാക്കിക്കൊണ്ട് മറ്റ് പല കച്ചവടങ്ങളും ഇതിലൂടെ കടന്നു വരുന്നു. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവർ കച്ചവടം ചെയ്യുന്നവരെല്ലാം ഈ ശൃംഖലയുടെ ഭാഗമാകുന്നു എന്നതെല്ലാം തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പോലീസ് ഇതെല്ലാം ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായൊരു കണക്കെടുപ്പിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതെല്ലാം സ്ഥാപനങ്ങൾ ഇതിൻ്റെ ലൈസൻസ് വാങ്ങിച്ചിട്ടുണ്ട്, കൃത്യം മാനുവൽ പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതെല്ലാം തന്നെ വിശദമാക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറ്റകൃത്യങ്ങളുടെ സാഹചര്യമുണ്ടോ, മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട ഇവരെല്ലാം
പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വിശദമായ രീതിയിൽ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നതടക്കം. അപ്പോൾ ഇതെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. അതുമാത്രവുമല്ല, സിറ്റി പോലീസ് കമ്മീഷണറും ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയതായാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ടായാൽ കർശന നടപടികളിലേക്ക് നീങ്ങാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അത്തരം വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നേരത്തെയും അത്തരം ഉയർന്ന ആരോപണങ്ങളെ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കേസും അതിൻ്റെ തുടർ നടപടികളും. അതുകൊണ്ട് പോലീസ് സേനയ്ക്ക് ആകെ കളങ്കമുണ്ടാക്കുന്ന രീതിയിലേക്ക് ആരെങ്കിലും നീങ്ങുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ സ്പാ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസുകാരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. കാരണം അത്രയധികം സ്പാ സെൻ്ററുകൾ കൊച്ചി നഗരത്തിൽ മാത്രം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. പല പോലീസ് ഉന്നതർക്കും അതിൽ പങ്കുണ്ടോ എന്ന് വിശദമായി തന്നെ പരിശോധിക്കണം. സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ മലപ്പുറം തിരൂരിൽ SIR എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ ഉടുമുണ്ട് പൊക്കിക്കാട്ടി BLO. മലപ്പുറം തൃപ്പങ്ങോട് പഞ്ചായത്തിലെ 38-ാം നമ്പർ ബൂത്തിലെ BLOയാണ് നാട്ടുകാർക്ക് നേരെ പ്രകോപിതനായത്. നാട്ടുകാരുടെ ചോദ്യങ്ങളിൽ ക്ഷുഭിതനായാണ് ഇയാൾ ഉടുമുണ്ട് അഴിച്ചു കാട്ടിയത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വാസുദേവനെ BLO ചുമതലയിൽ നിന്ന് മാറ്റി. ഇയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തതെന്നായിരുന്നു വാസുദേവന്റെ വിശദീകരണം. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, സാധാരണ മദ്യപിച്ച് ലെക്ക് കെട്ട് ചില ആളുകൾ ഈ രീതിയിൽ ഉള്ള വൃത്തികേടുകൾ കാട്ടാറുണ്ട്. പക്ഷേ ഇത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ, അതായത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തതെന്ന് വാസുദേവൻ ന്യായീകരിക്കുമ്പോഴും അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയാണ്. ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, പൊതുസമൂഹത്തിനെ മാതൃകയാക്കാനും കഴിയില്ല. അത്രമാത്രം മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇടത്ത് ഉടുതുണി പൊക്കി കാണിച്ച് മറുപടി പറയുക എന്നുള്ളത്. പക്ഷേ ഇതിൽ BLOമാർ നേരിടുന്ന സമ്മർദ്ദമാണ് ഇത്രയും ദിവസം വലിയ വാർത്തയായതെങ്കിൽ ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഉണ്ടായ മറ്റൊരു സംഭവമായിട്ട് വേണം ഈ ഒരു ഉടുതുണി പൊക്കിയതിനെ കൂടി കാണാൻ എന്ന് വേണം കരുതുന്നത്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരൂർ തൃപ്പങ്ങോട് പ്രാദേശികമായിട്ട് അന്വേഷിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അറിഞ്ഞത്. ഒന്ന്, ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ, പനിയും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈ ഒരു ക്യാമ്പ് നിശ്ചയിച്ചപ്പോൾ ക്യാമ്പ് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം അന്വേഷിക്കുകയും പക്ഷേ പറ്റില്ല, ക്യാമ്പ് നടത്തിയേ തീരൂ എന്നുള്ള ഒരു നിലപാടെടുക്കുകയും അങ്ങനെ ക്യാമ്പിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ പ്രകോപനപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായത്. 2-3 പേർ തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിച്ചു വരികയും അതിന് മറുപടി പറഞ്ഞ് അദ്ദേഹം ജോലി തുടരുമ്പോൾ വീണ്ടും അവർ പ്രകോപിപ്പിക്കുകയും അങ്ങനെ ഉണ്ടായ പ്രകോപനത്തിൻ്റെ ഒടുവിൽ കണ്ടതാണ് നമ്മൾ ആ ഉടുതുണി പൊക്കിയുള്ള ആ മറുപടി. എന്താണെങ്കിലും കർശനമായ നടപടി ഇയാളെ ചുമതലയിൽ നീക്കിയിട്ടുണ്ട്. മറ്റ് നടപടികൾ എന്തെല്ലാം വരും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഇതിൽ വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രകോപിപ്പിച്ചവർക്കൊക്കെ വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തോട് വിരോധമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം ഒരു ട്രാപ്പിൽ പെടുത്തുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ ഉണ്ടായി എന്ന തരത്തിലാണ് പ്രാദേശികമായിട്ട് അറിയാൻ കഴിയുന്നത്. എന്ന് തന്നെയാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത, ആരും മാതൃകയാക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ് തിരൂരിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ
നിയമപരമായ നടപടിയും ആവശ്യമല്ലേ? നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? അനുമോദ്, നമ്മൾ ഉച്ചയ്ക്കും പോലീസിനോട് സംസാരിച്ചിരുന്നു. ഇതുവരെ ഒരു രേഖാമൂലമോ വാക്കാലോ പരാതി തന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സംഭവ സ്ഥലത്തുണ്ടായതൊക്കെ ഇയാൾക്ക് അറിയുന്ന ആൾക്കാരും ഇയാൾ അറിയുന്ന ആൾക്കാരും ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാത്തത്. ഇനി ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികളുമായിട്ട് ഇനി ആരെങ്കിലും പോലീസിനെ സമീപിക്കുമെന്ന് വ്യക്തമായിട്ടില്ല. എന്തെങ്കിലും പരാതി കിട്ടിയാൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന നിലപാടാണ് തിരൂർ പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ടോം. യെസ്, ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാം. അനുമതിയിലേക്ക് ഇപ്പോൾ എത്താം. കാരണം അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഈ BLOയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നിയമപരമായ നടപടിയും ഇയാൾക്കെതിരെ ആവശ്യമാണ്. യെസ്, വ്യക്തമാണ്. നേരത്തെ CV അനുമോദാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകിയത്. BLOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ കുറ്റപത്രം തയ്യാറാക്കി ക്രൈംബ്രാഞ്ച്. ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരാണ് കേസിലെ പ്രതികൾ. ദിയ അറിയാതെ പ്രതികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് 65 ലക്ഷത്തോളം രൂപ മാറ്റിയതായും പിന്നീട് ഈ തുക പങ്കിട്ടെടുത്തതായും കുറ്റപത്രത്തിൽ പറയുന്നു. സ്ഥാപനത്തിലെ ജീവനക്കാരികളായ ദിവ്യ, രാധാകുമാരി, വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവരാണ് പ്രതികൾ. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം കൂടിയാണ്. കാരണം ദിയക്കെതിരെ കള്ളപ്പരാതി കൊടുക്കുന്നു, കേസും മറ്റു നടപടികളും ഉണ്ടാകുന്നു. ഒടുവിലാണ് അത് കള്ളപ്പരാതിയാണെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? അപ്പം തുടക്കത്തിൽ തന്നെ വലിയൊരു വിവാദമായ ഒരു കേസായിരുന്നു ഇത്. കാരണം തട്ടിക്കൊണ്ടുപോയി നടക്കമുള്ള പരാതികൾ ഈ ഒരു ജീവനക്കാരികൾ ഈ ഒരു കൃഷ്ണകുമാറിനെ എതിരെ അടക്കം നൽകുന്നു. അത്തരത്തിൽ വലിയൊരു വിവാദമായ ഒരു കേസായിരുന്നു. അതിൽ പിന്നീട് ആ ഒരു തട്ടിക്കൊണ്ടുപോയ കേസ് ആ ഒരു പരാതിയിൽ അടക്കം കഴമ്പില്ല എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഈ ഒരു കുറ്റപത്രത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 65 ലക്ഷത്തോളം രൂപ, അത്രയും പണം ഇവർ ഈ ഒരു മാസങ്ങളോളം എടുത്ത് QR കോഡിൽ ഇത്തരത്തിൽ തിരിമറി നടത്തി. അതായത് കടയിൽ സ്ഥാപിച്ചിരുന്ന QR കോഡ് മാറ്റി ഇവരുടെ സ്വകാര്യ QR കോഡ്, അതായത് സ്വന്തം അക്കൗണ്ടിലെ QR കോഡ് സ്ഥാപിക്കുകയും അത്തരത്തിൽ ഈ ഒരു കടയിലേക്ക് വരേണ്ട 65 ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ഇത് ആഡംബര ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതായത് വീട് നിർമ്മാണം, ഒപ്പം കാറ് വാങ്ങാനടക്കമുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് ഈ ഒരു കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. ഇത് 3 ജീവനക്കാരികളും വിനീത എന്നൊരു ജീവനക്കാരിയുടെ ഭർത്താവ് ആദർശ് ഉൾപ്പെടെയുള്ള 4 പേരാണ് പ്രതികളെന്നാണ് ഈ ഒരു കുറ്റപത്രത്തിൽ കണ്ടെത്തലുള്ളത്. അത് മാസങ്ങളോളമുള്ള കൃത്യമായ പദ്ധതിയിലൂടെ ഗൂഢാലോചനയിലൂടെയാണ് ഈ ഒരു പണം കണ്ടെത്തിയത്, ഈ ഒരു പണം തട്ടിയെടുത്തത്. മാത്രമല്ല ഈ ഒരു ചതി, വഞ്ചന കുറ്റം, ഒപ്പം ഈ പണം തട്ടിയെടുത്തു എന്നടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇവർ തിരിച്ചു നൽകിയ ഒരു കേസിന്റെ അന്വേഷണവും ക്രൈംബ്രാഞ്ച് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ അതായത് ഈ ഒരു കൃഷ്ണകുമാർ അടക്കമുള്ള ഒരു സംഘം ഇവരെ തട്ടിക്കൊണ്ടുപോയെന്നും തടങ്കലിൽ വെച്ചെന്നും അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി, മാത്രമല്ല ഈ ഒരു ദിയയുടെ ഭർത്താവ് അടക്കം മോശമായി പെരുമാറി എന്നടക്കമുള്ള ആരോപണങ്ങളടക്കം ഈ ഒരു ജീവനക്കാരികൾ ഉന്നയിച്ചിരുന്നു. അതിൽ കഴമ്പില്ല എന്ന തരത്തിലായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഇതൊരു തിരിച്ചൊരു കേസ് നൽകാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു ആരോപണം, അത്തരത്തിലൊരു പരാതി മാത്രമായിട്ടാണ് പോലീസ് ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച കണ്ടെത്തൽ. ഇതിൽ കൃത്യമായി ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വലിയൊരു തുക, അതായത് 65 ലക്ഷം എന്ന് പറയുമ്പോൾ 1/2 കോടിയിലധികം രൂപ ഇതിൽ തട്ടിയെടുത്തു, അത് കൃത്യമായി ഉപയോഗിച്ചു എന്നടക്കമുള്ള ഒരു വലിയൊരു കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുള്ളത്. ഈ ഒരു പ്രതികൾക്കെതിരെയുള്ള കൃത്യമായ ഇത്തരത്തിലുള്ള ഒരു തീർച്ചയായും സാരംഗ്, ഇവിടെ ദിയയുടെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയ ലക്ഷങ്ങൾ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. കുറ്റപത്രത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ദിയയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത്, വ്യാജ പരാതി നൽകിയത്, ഇതിലും നടപടി ആവശ്യമല്ലേ?
തീർച്ചയായും. കാരണം ഈ ഒരു പരാതി തുടക്കത്തിൽ തന്നെ ഒരു പരാതിയുമായി കൃഷ്ണകുമാർ രംഗത്തേക്ക് വരികയും ഉടൻ തന്നെ ഇത്തരത്തിൽ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നടക്കമുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് മാധ്യമങ്ങളുടെ മുന്നിലടക്കം അവർ ഉന്നയിക്കുന്നു. തുടർന്ന് പോലീസിൽ പരാതി നൽകുന്നു. അത്തരത്തിലൊരു മാനനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് ഇത്തരത്തിൽ നടക്കാത്തൊരു കാര്യം, അതായത് അതിന്റെ വീഡിയോ ദൃശ്യം അടക്കം കൃഷ്ണകുമാർ പിന്നീട് പങ്കുവച്ചിരുന്നു. അതിൽ ഈ ഒരു പണമിടപാട്, അതായത് ഈ ഒരു പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് ഇവരെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുകയും അതിന്റെ വീഡിയോ ദൃശ്യമടക്കം അവർ പകർത്തി വെച്ചതായിരുന്നു. അത് മാറ്റി ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോയി എന്നടക്കമുള്ള ഒരു വലിയ ഗുരുതരമായ ആരോപണമായിരുന്നു ഈ ഒരു 3 ജീവനക്കാരികൾ ഉന്നയിച്ചത്. അതിൽ കൂടുതൽ നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട്. ഈ ഒരു കൃഷ്ണകുമാർ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, മാനനഷ്ടത്തിനടക്കം പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ കൃത്യമായ നടപടി, അതായത് നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പരാതിക്കൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ദിയുടെ ഭർത്താവ് അടക്കം കൃത്യമായി ഈ ഒരു മോശമായ രീതിയിൽ അർദ്ധരാത്രി അടക്കം വിളിച്ചു, അത്തരത്തിൽ മോശമായി പെരുമാറി സംസാരിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലടക്കം ഒരു നിയമ നടപടിക്കുള്ള സാധ്യതയുണ്ട്. അതിൽ കൃഷ്ണകുമാറിന്റെ കുടുംബം അടക്കം രംഗത്തേക്ക് വരുമോ എന്ന കാര്യം ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ മാനനഷ്ടത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു നിയമവശം അടക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷ്ണകുമാറിന്റെ നിലപാടായിരിക്കും ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഈ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു കേസിൽ, അതായത് ഒരു മാനനഷ്ടമായി കണക്കാക്കപ്പെടുന്ന ഈ ഒരു ആരോപണങ്ങൾ കുടുംബത്തിന്റെ നിലപാട്, കൃഷ്ണകുമാറിന്റെ അടക്കം നിലപാട് വ്യക്തമാക്കിയതിനു ശേഷമായിരിക്കും പോലീസിന്റെ കൂടുതൽ നടപടികൾ. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരാണ് കേസിലെ പ്രതികൾ. ദിയെ അറിയാതെ പ്രതികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് 65 ലക്ഷത്തോളം രൂപ മാറ്റിയതായും ഈ തുക പങ്കിട്ടെടുത്തതായും കുറ്റപത്രത്തിൽ പറയുന്നു. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.